ഹലോ, നല്ല നമസ്കാരം. പ്ലൂട്ടോ കാലം തെറ്റി വന്ന കാലൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ കാലം തെറ്റി വന്ന കോലമാണ് എന്ന് പറയാം. എല്ലാവർക്കും നല്ല നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മലയാളത്തിൽ ഇന്ന് ഇറങ്ങിയ ഒരുപാട് ചർച്ചകൾക്ക് വഴിവെക്കുന്ന പ്ലൂട്ടോ. ആവറേജ്, അമ്പിളി, എങ്കിലും ചന്ദ്രിക എന്ന പ്രോജക്റ്റുകൾക്ക് ശേഷം ആദിത്യ ചന്ദ്രശേഖരൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. മലയാളത്തിൽ വളരെ അപൂർവമായി മാത്രം പരീക്ഷിക്കപ്പെട്ടുള്ള ഒരു എക്സ്ട്രാ എന്താ പറയുക, സൈഫൈ കോമഡി എന്ന രീതിയിൽ ഈ സിനിമ നമുക്ക് കാണാം. നീരജ് മാധവനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം സിനിമയിൽ കാണുന്നു. അൽതാഫ് സലീമും അതോടൊപ്പം തന്നെ അജു വർഗീസും ഇവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു സിനിമ എന്നുള്ള നിലയിൽ നമുക്ക് ഇത് കാണാം എന്നത്. അതിനപ്പുറം ഇതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ, കഥാപശ്ചാത്തലം നോക്കിയാൽ കേൾക്കുമ്പോൾ വളരെ രസമുള്ള ഒരു വലിയ സാധ്യതയുള്ള ഒരു കോൺസെപ്റ്റാണിത്. പക്ഷേ നമ്മുടെ നായകൻ വിക്കി എഞ്ചിനീയറിംഗ് പഠിച്ച് തോറ്റ് തുന്നമ്പാടി എണ്ണമറ്റ സപ്ലികളുമായിട്ട് രക്ഷപ്പെടാൻ വേണ്ടി തുടങ്ങിയ ഒരു ബിസിനസ്സുകളൊക്കെ ഓരോന്നിന് പുറകെ ഒന്നായിട്ട് പൊട്ടി നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ ഒരു തോൽവിയായിട്ട് മുദ്ര കുത്തപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ. അവന് കൂട്ടിന് കുറച്ച് ലൂസേഴ്സ് സുഹൃത്തുക്കളും. എന്നാൽ കഥ മുന്നോട്ട് വയ്ക്കുന്നത് ഇതാണ്. ഭൂമിയിൽ മാത്രമല്ല, പ്ലൂട്ടോ എന്ന് പറയുന്ന യൂണിവേഴ്സിലും നമ്മളെപ്പോലുള്ള തോൽവികൾ അവിടെയും ഉണ്ട്. അവിടെയും പരീക്ഷകൾ തോറ്റ നാണം കെട്ട് ഭൂമിയിലേക്ക് വരുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ഏലിയൻസ് അൽത്താഫ് ചെയ്യുന്ന കഥാപാത്രം. ആ കഥാപാത്രം ഭൂമിയിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന കുറേ വികൃതികളാണ് ഈ സിനിമയുടെ ആകെ മൊത്തമുള്ള ഒരു ഇത്. തോറ്റുപോയവൻ എങ്ങനെ ജയിക്കും, അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തോടി എങ്ങനെ ജീവിതത്തിൽ മുന്നേറും എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ചില കുറേ ഊളത്തരങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. കേൾക്കുമ്പോൾ എന്തൊരു അടിപൊളി പ്ലോട്ട് ആണ് എന്ന് തോന്നുമ്പോഴും, പക്ഷേ ഒരു ഒരു പൊട്ടൻഷ്യൽ ഉള്ള ആ ഒരു പ്ലോട്ട് കിട്ടിയിട്ടും എഴുത്തിലെയും എക്സിക്യൂഷനിലെയും ആ ഒരു പോരായ്മ കാരണമാണ് ഈ സിനിമ നെഗറ്റീവ് മാത്രം എനിക്ക് പറയാൻ തോന്നുന്നതിൻ്റെയൊക്കെ പ്രധാനമായ കാരണം. കാരണം ഇതിൻ്റെ ഒരു 10-15 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഷോർട്ട് മൂവി ആയിട്ട് മാത്രം കാണേണ്ട ഒരു കണ്ടന്റിനെ വലിച്ചു നീട്ടി നീട്ടി 2.25 മണിക്കൂർ തിയേറ്ററിൽ ഇരുത്തി വെറുപ്പിച്ച്, ബോറടിപ്പിച്ച്, ലാഗടിപ്പിച്ച് 70% കഥയും എങ്ങോട്ടാണ് പോകുന്നത്, കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം കുറേ വെറുപ്പിക്കൽസ് രംഗങ്ങൾ, ആവശ്യമില്ലാത്ത കുറേ പാട്ട്, പിന്നെ കുറേ ക്രിഞ്ച്. ഇതൊരു കോമഡി സിനിമയാണെന്ന് അവകാശപ്പെടുമ്പോഴും ഇതിലെ കോമഡികൾ ഒട്ടും തന്നെ തിയേറ്ററിൽ ഇരുന്ന് ചിരിക്കാൻ തോന്നാത്ത വിധത്തിലുള്ള അഭിനയങ്ങളാണ്. എന്തൊക്കെ കാട്ടിക്കൂട്ടുകയാണ്, കോപ്രായങ്ങളാണ്. പലപ്പോഴും സഹതാപമാണ് എനിക്ക് തോന്നുന്നത്. 2026 പൊക്കമില്ലാത്ത ആളുകളെ കാണിച്ച് ഏലിയൻസ് ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതും, പഴഞ്ചൻ കേട്ടും മടുത്ത കുറേ മൂഞ്ചൽസ് ആണ് ഈ സിനിമയിൽ വിളമ്പി വച്ചിരിക്കുന്നത്. ഇതൊരു ഏലിയൻസും അല്ലെങ്കിൽ മനുഷ്യനും മനുഷ്യ സൗഹൃദത്തിൻ്റെ കഥ പറയുമ്പോൾ സ്വാഭാവികമായും പ്രേക്ഷകരിൽ ഉണ്ടാകേണ്ട ആ ഒരു ഏലിയൻസിനോടുള്ള അല്ലെങ്കിൽ നായരോടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ പലയിടത്തും തോന്നുന്നില്ല. ഉള്ള ഇമോഷൻസ് തന്നെ പഴഞ്ചൻ സാധനമാണ്. സൗഹൃദം എന്തൊക്കെയോ കാട്ടിക്കൂട്ടി മനുഷ്യനെ വെറുപ്പിച്ചെന്ന് വെച്ചാൽ വെറുപ്പിച്ച് കുറേ സമയം ഇരുന്ന് 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 ഭ്രാന്തെടുത്തിട്ട്, പിന്നെ സിനിമയിലാണെങ്കിൽ പാട്ടുകൾ ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തടത്തും കുത്തി നിറച്ച് സിനിമയ്ക്ക് ദൈർഘ്യം കൂട്ടാൻ വേണ്ടി മാത്രമായിട്ട് കുറേ പാട്ട്, 3 പാട്ട്. എന്ത് മൈരിനാണെന്ന് എനിക്കൊരു പിടിയില്ല. ദേ കിടക്കുന്നു പിന്നെ ഇത് കുറേ പിന്നെ ചിരിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് നമ്മുടെ ബാലരമയിൽ കാണുന്ന കുറേ സാധനങ്ങൾ. പിന്നെ കുറേ ബീജിയം ഇട്ട് അതിനിടയിൽ കുറേ പിന്നെ ബീജിയത്തിനിടയിൽ കുറേ എഴുത്തിക്കാണിപ്പ്. അതൊക്കെ ഒരു കാർട്ടൂൺ സ്റ്റൈലിലേക്ക്, അല്ലെങ്കിൽ ടോം ആൻഡ് ജെറി ടൈപ്പ്, അല്ലെങ്കിൽ ബാലരമ ടൈപ്പ്, അങ്ങനെയുള്ളൊരു രീതിയിലേക്ക് ഈ സിനിമയുടെ കഥാപാത്രങ്ങളെ മാറ്റി മറിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ആവശ്യം എന്താണ്? അളവറ്റ മദ്യപാനത്തിനും പിന്നെ വാറ്റുന്നതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ടൈപ്പിലാണ്. എവിടെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നുണ്ട്. അസ്വസ്ഥത എന്ന് വെച്ചാൽ അസ്വസ്ഥത. ഇനി ഈ സിനിമയുടെ അവതരണ രീതിയെക്കുറിച്ചും സാങ്കേതിക വശങ്ങളെക്കുറിച്ചും കൂടി ഒന്ന് നോക്കുമ്പോൾ, സിനിമയുടെ ഒരു റിയലിസ്റ്റിക് ഒരു സമീപനമല്ല സ്വീകരിച്ചിരിക്കുന്നത്. പകരം ഒരു ഹോളിവുഡ് കോമിക് ബുക്കുകളുടെയും വൺ പീസ് പോലുള്ള അനിമേഷൻ പരമ്പരകളുടെയും ഒരു കാർട്ടൂണിസ്റ്റ് വൈബിലാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്.
അജു വർഗീസ്, ദിനേശ് പ്രഭാകരൻ, വിനീത് തട്ടത്തിൽ എന്നിവരുടെ കഥാപാത്രങ്ങൾ ബാലരമയിലെ ശരിക്കും പറഞ്ഞാൽ ശിക്കാരി ശംഭു, ജംബു അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ ആണ് പിന്നെ മാറ്റിമറിച്ചുകൊണ്ട് ഉള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. VFXും കോസ്റ്റ്യൂമും നല്ല ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ അൽത്താഫിൻ്റെ ഏലിയൻസിൻ്റെ ആ ഒരു സൂട്ട് അതും കൊള്ളാം. നല്ല രസമുണ്ടായി എനിക്ക് തോന്നി. പിന്നെ ക്യാമറയും എഡിറ്റിങ്ങും നോക്കുമ്പോൾ ഇതിൻ്റെ നിയോൺ ലൈറ്റിങ്ങും അനിമേഷൻ ശൈലികളും ഉള്ള ആ ഒരു സാധനം നന്നായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല ഒരു പരീക്ഷണമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈ ക്ലൈമാക്സ് സീനിലോട്ട് വരുമ്പോൾ സിനിമ അവസാനത്തെ ഒരു 10-20 മിനിറ്റ് കാണിച്ച അതുവരെ കാണിച്ചിട്ടുള്ള എല്ലാ എനർജിയെയും കളഞ്ഞു കുടിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ലാസ്റ്റിലത്തെ സാധനം പോകുന്നത്. അതിൻ്റെ ക്ലൈമാക്സ് അങ്ങനെ ഒരു കച്ചടയാക്കി കളഞ്ഞു. പിന്നെ ഇതിൻ്റെ ആക്ടിങ് നോക്കിക്കഴിഞ്ഞാൽ നീരജ് മാധവ് തനിക്ക് കിട്ടിയ ആ ഒരു പിന്നെ വേഷം അത്യാവശ്യം നീതി പുലർത്തിയിട്ടുണ്ട്. ഏലിയനായിട്ട് വന്നിട്ടുള്ള അൽത്താഫ് സലീം അദ്ദേഹം പഴയ ആ ഒരു പഴഞ്ചൻ ശൈലിയിൽ തന്നെ അഭിനയിച്ച് പിന്നെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഏലിയൻസ് കാണിക്കുമ്പോൾ കുറേ മാനറിസം അവിടെ എന്തൊക്കെയാണ് ഞാൻ അദ്ദേഹത്തെ വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു സംവിധായകനല്ലേ. പിന്നെ വില്ലൻ വേഷം ചെയ്ത അജു വർഗീസിൻ്റെ ടൈഗർ തമ്പി എന്ന് പറയുന്ന കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ പ്രകടനവും വലിയ കുഴപ്പമില്ല. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ അഭിനയമായിട്ട് എനിക്ക് തോന്നി. പിന്നെ മൊത്തത്തിൽ ഇത് നോക്കുമ്പോൾ ഒരു എന്താ പറയുക, സൈക്കോ ആണോ ഈ സിനിമ എന്ന് കാണുന്നവന് സൈക്കോ പിടിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമ. എന്തായിരുന്നാലും കോമഡി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കോമഡികളൊന്നും ഈ കാലഘട്ടത്തിൽ വർക്കാവുന്ന ഒരു സാധനമല്ല. ഈ കോമഡികൾ പ്ലൂട്ടോയിൽ തന്നെ കയറ്റി വിടുന്നതാണ് നല്ലത്. അതോടൊപ്പം തന്നെ ഈ സിനിമ പണ്ട് ദേവദൂതൻ വന്നതുപോലെ, കാരണം അത് ആ കാലഘട്ടത്തിൽ അംഗീകരിച്ചില്ല, കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് മലയാളികൾ അതിനെ അംഗീകരിച്ചത്. അതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ പ്ലൂട്ടോൺ പോലുള്ള ഈ സിനിമ ഈ കാലഘട്ടത്തിൽ 2026 ആൾക്കാർക്ക് അത്ര കണ്ട് സൂഹിക്കത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു 10 കൊല്ലം കൂടെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അവതാറിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടെ ഇറങ്ങിയിട്ട് ഈ ഏലിയൻസിനെയൊക്കെ കുറിച്ച് കുറച്ചുകൂടി ആൾക്കാർ ഇഷ്ടപ്പെട്ട് വരുമ്പോൾ ഈ സിനിമ ചിലപ്പോൾ ഇറക്കിക്കഴിഞ്ഞാൽ, പക്ഷേ ഈ രീതിയിൽ ഇറക്കിക്കഴിഞ്ഞാൽ ഇത് പിന്നെ മൂഞ്ചി പോകത്തേ ഉള്ളൂ. ഇത് വീണ്ടും പൊടിയടിച്ച് വീട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ. നീരജ് മാധവ് ഇതുപോലുള്ള സിനിമകളുമായിട്ട് ഇനി ദയവ് ചെയ്ത് വരരുത്. അദ്ദേഹം ഇത്രയും കാലം പൊടിയടിച്ചിരുന്നത് പോലെ വീണ്ടും പൊടിയടിക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാവരുത്. അതുകൊണ്ട് നല്ല സ്ക്രിപ്റ്റുകൾ തിരഞ്ഞെടുക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. കൂടുതലൊന്നും പറയുന്നില്ല. ഈ സിനിമ പിന്നെ തിയേറ്ററിൽ പോയി കാണണ്ടോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കൂതറ സിനിമയാണ് പ്ലൂട്ടോ. അത്രേ പറയുന്നുള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല. അപ്പോൾ താങ്ക് യു.